ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് റമളാൻ മാസമൊക്കെയാണ്. ഇനി ഇത് നാളെ കഴിഞ്ഞാൽ, അതായത് അവസാനത്തെ 10 വരാൻ പോവുകയാണ്. അവസാനത്തെ 10 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു രാവുണ്ട്, ലൈലത്തുൽ ഖദർ. അത്രയും പ്രത്യേകതയുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള രാവ് വേറെ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ രാവിന് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പം ലൈലത്തുൽ ഖദറിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അതുപോലെ ലൈലത്തുൽ ഖദറിന് എന്തൊക്കെ ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ളൊരു ചെറിയതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള രാത്രി ഏതാണെന്നറിയോ? അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ഖദർ എന്നാൽ വിധി, തീരുമാനം, മഹത്വം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ 1000 മാസങ്ങളേക്കാൾ പുണ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈലത്തുൽ ഖദർ, അതുപോലെ തന്നെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിലും പ്രതിഫലത്തിലും എല്ലാത്തിലും വിശ്വസിച്ച് ഈ ഒരു നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മുൻ ചെയ്ത പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുൻകാല പാപങ്ങൾ പോലെ തന്നെ പിൻകാല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഈ ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഖുർആനിലും വന്നിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു ഖദർ എന്ന സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൂറത്തുൽ ഖദർ 5 സൂക്തങ്ങളുള്ള 90-ാം അധ്യായത്തിലാണുള്ളത്. ഈ ഒരു സൂറത്തിന് ഒരു ആശയ സംഗ്രഹമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയം നാം ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദറിൽ തങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലൈലത്തുൽ ഖദറിന് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്നുള്ളതാണ്. ഈ രാവിലെ തങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, ലൈലത്തുൽ ഖദറിന് 1000 മാസങ്ങളെക്കാൾ പവിത്രം ഉണ്ട് എന്നുള്ളതാണ്. ഈ മാസം അതുകൊണ്ട് തന്നെ പ്രഭാതോദയം വരെ രക്ഷയാണ്. ഞാനിവിടെ ഉൾപ്പെടുത്തി ഈ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. പ്രവാചകന്മാരെല്ലാം ഈ ഒരു രാവിനെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തേക്ക്. ബൈ ആൻഡ് അസ്സലാമു അലൈക്കും.